ഡിഫൈൻ ഡയസ്പോറയെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിൽ ഗബ്രിയേൽ ഷെഫർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മൈഗ്രേഷൻ ഡയസ്പോറയെ കുറിച്ച് ഇവിടെ പറയുന്നു. അപ്പോൾ അതായത് ഗബ്രിയേൽ ഷെഫർ കുടിയേറ്റക്കാരൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ഡയസ്പോറ സമൂഹങ്ങളെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ കുടിയേറ്റങ്ങൾ അല്ലെങ്കിൽ മൈഗ്രേഷൻ മറ്റൊരു രാജ്യത്തിലേക്ക് താമസം മാറുന്ന വ്യക്തികൾക്ക് അവർക്ക് ഹോംലാൻഡ് നേടാനുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉറപ്പ് നൽകുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഡയസ്പോറ സമൂഹം അവിടെ എങ്ങനെയൊക്കെ ആയിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു കൂട്ടായ്മ സമൂഹമായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് എവിടെ പോയാലും അതായത് സ്വന്തം സമൂഹത്തിലാണെങ്കിലും വേറെ ഏത് സമൂഹത്തിലാണെങ്കിലും എന്താണ് ഒരു കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ ഒരു നല്ലൊരു സമൂഹം അല്ലെങ്കിൽ സൃഷ്ടിക്കണമെങ്കിൽ എപ്പോഴും എന്താണ് ഒരു നല്ലൊരു കൂട്ടായ്മ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ജാതി ആണെങ്കിലും ദേശീയതയാണെങ്കിലും മറ്റേത് രീതിയിൽ നല്ലൊരു കൂട്ടായ്മ അവരുടെ സംസ്കാരമാണെങ്കിലും മതമാണെങ്കിലും ഭാഷയെല്ലാം എന്താണ് സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയും അതൊരു അഡ്ജസ്റ്റ്മെന്റിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതിന്റെ സവിശേഷതയായിട്ട് ശിവ പറയുന്നത് സമൂഹപരമായിട്ടുള്ള ഐക്യം നിലനിർത്താൻ വേണ്ടിയും അതുപോലെ സ്വദേശത്തെ കുറിച്ചുള്ള ഓർമ്മയും ബന്ധമൊക്കെ എന്താണ് നമ്മൾ ഓർത്തെടുക്കുകയും ചെയ്യുന്നു. പുതിയ രാജ്യത്തിൻ്റെയും സ്വന്തം ഐഡന്റിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ സഹായിക്കുകയും അല്ലെങ്കിൽ എവിടെ പോയാലും എന്താണ് പുതിയ രീതിയിൽ നല്ല രീതിയിൽ എന്താണ് നിലനിന്ന് പോകാൻ വേണ്ടി തയ്യാറാകണമെന്നാണ് പറയുന്നത്. അതുപോലെയാണ് ഡയസ്പോറ മെയിൻറ്റെയിൻ എത്തനോ നാഷണൽ നമ്മുടെ രാജ്യത്തിനെ എപ്പോഴും എന്താണ് നിലനിർത്തി അവരുടെ ഐഡന്റിറ്റി ആണെങ്കിലും ഹോംലാൻഡ് എല്ലാം നമ്മൾ എന്താണ് നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അതുപോലെ ഡയസ്പോറ സോഷ്യൽ ഫോംസ് അതുപോലെ സാമൂഹ്യപരമായിട്ടാണെങ്കിൽ അവരുടെ കൾച്ചറാണെങ്കിൽ എന്താണ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡയസ്പോറ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരിക്കും? ഗ്രീക്ക് ഡയസ്പോറ അതുപോലെ ലോബ്ലിംഗ് ഇൻ ഓസ്ട്രേലിയ പോലുള്ള അതുപോലെ തന്നെയാണ് ഏതെല്ലാം രീതിയിലായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഫ്ലുവൻസ് എപ്പോഴും നമുക്ക് എന്താണ് ഒരു സ്വാധീനം ഉണ്ടാകും. ഏതൊരു ഇതിലാണെങ്കിലും നമുക്കൊരു സ്വാധീനം ചെലുത്തും. അപ്പോൾ ഡയസ്പോറകളാണെങ്കിൽ സമൂഹങ്ങൾ സ്വന്തം രാജ്യത്തെ ആണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് സാമ്പത്തികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള എല്ലാ ഇടപെടലിലും വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രീക്ക് ഡയസ്പോറ ഓസ്ട്രേലിയ പോലുള്ള അല്ലെങ്കിൽ ഗ്രീക്ക് വംശജരാണെങ്കിലും ഓസ്ട്രേലിയൻ രീതിയിലുള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് കുടിയേറുകയാണെങ്കിൽ അവരുടെ രീതികളും അവരുടെ സാമൂഹ്യപരമായിട്ട് എന്തൊക്കെയാണ് നിലകൊള്ളുന്നതൊക്കെ പഠിച്ചെടുക്കുകയും ചെയ്യുന്നു. അവർ രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദം വഴി ഗ്രീസിനോടും അതുപോലെ അനുബന്ധ കാര്യങ്ങൾ പോലും പിന്തുണ നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ എന്താണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഗ്രീസിന്റെ താരതമ്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് എരിട്രേറിയൻ ഡയസ്പോറ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് എരിട്രേറിയൻ ഡയസ്പോറ സ്വന്തം രാജ്യത്തെ തന്നെ യുദ്ധത്തിനായി പിന്തുണ നൽകുന്നതിന് വേണ്ടി തയ്യാറാകുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതിന്റെ പ്രത്യേകമായിട്ട് പറയുന്നത് വിദേശത്തുള്ള അതായത് വിദേശത്തുള്ള നികുതി ടാക്സ് ഒക്കെ ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഈടാക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ആ പണം എന്താണ് യുദ്ധത്തിനും രാഷ്ട്രീയ നിർമ്മാണത്തിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഡയസ്പോറ സമൂഹം രാജ്യത്തിന്റെ രാഷ്ട്രീയമായിട്ടും സൈനികമായിട്ടുള്ള കാര്യങ്ങളിൽ നേരിട്ട് പങ്കാളികളാവുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇതുകൂടാതെ തന്നെയാണ് അപ്പോൾ ഡയസ്പോറ ഓഫ് ദ വേൾഡ് എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്കിപ്പോൾ വേൾഡിൽ
ഡയസ്പോറ ഓഫ് ദ വേൾഡിൽ എങ്ങനെയായിരിക്കും ആൻസർ മോഡേൺ മൈഗ്രേഷനെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ വേൾഡ് തലത്തിൽ അല്ലെങ്കിൽ തലത്തിൽ തന്നെ എപ്പോഴും എന്താണ് കൂടുതൽ നല്ല രീതിയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഡയസ്പോറകൾ അല്ലെങ്കിൽ പുരാതന ആധുനിക ആശയ കുടിയേറ്റങ്ങൾ ആൻസന്റ് രീതിയിലുള്ള എന്താണ് മൈഗ്രേഷൻ എപ്പോഴും നല്ല രീതിയിൽ അല്ലെങ്കിൽ യുദ്ധം, വ്യാപാര, സാമ്രാജ്യ വികസനം എന്നിവയൊക്കെ കാരണം കൊണ്ട് കുടിയേറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഗ്രീക്ക് സമൂഹം പോലുള്ള മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ട് വ്യാപകമായി വരികയും ചെയ്തു എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് മോഡേൺ മൈഗ്രേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ആധുനിക കാലത്ത് തൊഴിൽ, വിദ്യാഭ്യാസം, ഗ്ലോബലൈസേഷൻ എന്നീ കാരണങ്ങൾ കൊണ്ട് കുടിയേറ്റം നടക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ലോകവ്യാപകമായ സഞ്ചാരം കൂടുതൽ എളുപ്പമാകാനുള്ള ഒരു സാധ്യതയും അല്ലെങ്കിൽ എളുപ്പമാക്കി തീരാനും വേണ്ടി സാധിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ പ്രിസർവേഷൻ അസിമിലേഷനെ കുറിച്ച് ഇവിടെ പറയുന്ന സമയത്ത് എന്തായിരിക്കും പ്രിസിമിലേഷൻ എന്നത്? സ്വന്തം സംസ്കാരം, ഭാഷ, മതം എന്നിവ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അതുപോലെയാണ് സ്വന്തം സംസ്കാരത്തെയും അല്ലെങ്കിൽ സ്വന്തം സമൂഹത്തെയും എല്ലാം അല്ലെങ്കിൽ നമ്മുടെ നാടുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവുമായിട്ട് എപ്പോഴും ഒരുപോലെ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അസിമിലേഷൻ അതുപോലെ തന്നെ പുതിയ സമൂഹത്തിന്റെ സംസ്കാരമാണെങ്കിലും അതിലൂടെ ലയിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ സ്വന്തം ഐഡന്റിറ്റിയൊക്കെ കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയൊരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു രാജ്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ അന്തരീക്ഷവുമായിട്ട് ലയിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. എന്നാൽ കൂടി സ്വന്തം രാജ്യത്തിലെ ഓരോ രീതിയിലുള്ള മാറ്റങ്ങളും അതെന്നും ഓർമ്മയിൽ തന്നെ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. അതുപോലെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഗ്രീക്ക് ആണെങ്കിലും ഗ്രീക്ക് അതുപോലുള്ള രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയസ്പോറയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയായിരിക്കും ഡയസ്പോറയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഏതെല്ലാം രീതിയിലായിരിക്കും പറയുന്നതെന്ന് നോക്കാം. സ്റ്റേറ്റ് ലിങ്ക്ഡ്, അതുപോലെ സ്റ്റേറ്റ് ലെസ് പോലുള്ള ലിങ്ക്ഡ്. അപ്പൊ എന്തായിരിക്കും സ്റ്റേറ്റ് ലിങ്ക്ഡ്, സ്റ്റേറ്റ് ലെസ് ഡയസ്പോറ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇവിടെ ഒരു വ്യക്തിയെ സ്വദേശ രാജ്യത്തിൽ നിന്നുള്ള സമൂഹങ്ങൾ അവരെങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് സ്റ്റേറ്റ് ലിങ്ക്ഡ്. അപ്പൊ സ്റ്റേറ്റ് ലിങ്ക്ഡ് എന്ന് പറയുന്ന സമയത്ത് സ്വന്തം രാജ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കും. അവർ സ്വദേശത്തോടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ എക്സാമ്പിളായിട്ട് ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഡയസ്പോറകളായിട്ട് കുടിയേറി പാർക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ എന്താണ് സ്വന്തം രാജ്യത്തോടുള്ള കരുതൽ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് രചിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ്ലെസ് ഡയസ്പോറയെ കുറിച്ച് പറയുമ്പോൾ രാജ്യമില്ലാതെ ഡയസ്പോറ എന്ന് വ്യക്തമായിട്ട് എന്താണ് പറയുന്നത്? ഒരു രാജ്യത്തോട് ബന്ധമില്ലാതെ തന്നെ സമൂഹങ്ങൾ പല രാജ്യങ്ങളിലായി ചിതറി പോകുന്ന രീതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അടുത്തത് എത്തനോ നാഷണൽ ഡയസ്പോറയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ ദേശീയതയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉള്ളവരാണ് എന്ന് പറയുകയും ഇത് സ്വന്തം സംസ്കാരം, ഭാഷ സംസാരിക്കുകയും ഒരു സാമൂഹികമായ ഐക്യബോധം പുലർത്താൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ ഹിസ്റ്റോറിക്കൽ മോഡേൺ രീതിയിലുള്ള ഡയസ്പോറകളെയൊക്കെ ഇവിടെ പറയപ്പെടുന്നു. ചരിത്രപരമായിട്ടാണെങ്കിൽ പഴയ കാലത്തുണ്ടായ കുടിയേറ്റ രീതികൾ എങ്ങനെയാണ് എന്നും അതെല്ലാം കൂടുതലായിട്ട് പറയുന്നു. അപ്പോൾ തൊഴിൽ, വിദ്യാഭ്യാസം, ഗ്ലോബലൈസേഷൻ എന്നിവയിലൂടെയാണ് പുതിയ കാലങ്ങളിൽ അല്ലെങ്കിൽ മോഡേൺ രീതിയിലായിട്ട് പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതുപോലെ ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായിട്ട് പഴയ കാലത്തുണ്ടായ കുടിയേറ്റം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത സിറ്റുവേഷൻ കൊണ്ട് കുടിയേറി അല്ലെങ്കിൽ യുദ്ധം പോലുള്ള അവർക്ക് ദാരിദ്ര്യം പോലുള്ളവ അനുഭവിക്കുന്നത് കൊണ്ട് അവർ കുടിയേറാനുള്ള സാഹചര്യം ഉണ്ടായി. പക്ഷെ മോഡേൺ രീതിയിൽ എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസമായിട്ടും ഗ്ലോബലൈസേഷൻ ഉള്ള രീതിയിലുള്ള പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് കുടിയേറി പാർക്കുകയാണ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നു.
അടുത്ത നമ്മൾ നോക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഡയസ്പോറയെ കുറിച്ച് പറയുന്നു. അപ്പോൾ അതിൽ ചൈനീസ്, അർമേനിയൻ പോലുള്ള ജൂയിഷ്, ഗ്രീക്ക്, അർമേനിയ, ചൈനീസ്, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലാണ് അതായത് ചരിത്രപരമായിട്ട് കുടിയേറ്റം നടത്തപ്പെടുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഓരോ രീതിയിലും അവരുടെ ഏതെല്ലാം രീതിയിലാണ് അവർ കൂടുതലായിട്ട് ഓരോ കാലഘട്ടങ്ങളിലും പുതിയ രീതിയിൽ മാറ്റങ്ങൾ വരികയും അവരുടെ അതായത് സ്റ്റേറ്റ് റിലേഷൻ അതായത് രാജ്യമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി രീതിയിൽ രാജ്യമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കുകയും ഓരോ കാലഘട്ടങ്ങൾക്കും അവർക്ക് അവരുടേതായ ഒരു അടിസ്ഥാന വർഗീകരണം രൂപീകരിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു. അതുപോലെ ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ട് വ്യാപകമായി വരികയാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. മോഡേൺ ഡയസ്പോറയെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ മോഡേൺ ഡയസ്പോറയിൽ ഇവിടെ കൂടുതലായിട്ടും പറയുന്നത് ആഫ്രിക്ക, അമേരിക്കൻ, ഇറ്റാലിയൻ ജപ്പാനീസ് പോലുള്ള രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് അതായത് ഡയസ്പോറ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി തയ്യാറാകുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്ന് പറയുന്നു. ഗ്ലോബലൈസേഷൻ അതിൻ്റെ വ്യാപനം എങ്ങനെയൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ കൂടുതലായിട്ട് സമൂഹങ്ങളിൽ നിന്ന് പ്രധാനമായും അമേരിക്ക ആണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും അതുപോലെ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെ ശക്തമായി നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയുമ്പോൾ പുതിയ രാജ്യങ്ങൾ സ്ഥിരത അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സമൂഹങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനും സ്വദേശീയ സംസ്കാരം പുതിയ സംസ്കാരവുമായി ചേർന്ന് മിക്സഡ് ഐഡന്റിറ്റി രൂപപ്പെടുത്തിയെടുക്കാനും സാധിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലൊക്കെ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. അതുപോലെ മോഡേൺ ഡയസ്പോറകൾ ചരിത്രപരമായ കുടിയേറ്റങ്ങളുടെ തുടർച്ചയാണ് എന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ അല്ലെങ്കിൽ സാന്നിധ്യം പുലർത്തുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു. ഇവിടെ ആദ്യങ്ങളൊക്കെ ആരംഭ കാലഘട്ടങ്ങളിലൊക്കെ ഡയസ്പോറകൾ പ്രധാനമായിട്ട് ആരംഭഘട്ടങ്ങളിലൊക്കെ ഡയസ്പോറകൾ എന്താണ് പോളിഷ് ഇവിടെ ആരംഭ കാലഘട്ടങ്ങളിലൊക്കെ ലെബനീസ് സമൂഹം, പോളിഷ് സമൂഹം, അതുപോലെ ട്രെക്ക് സമൂഹം, ക്രൊയേഷ്യൻ സമൂഹം പോലുള്ള സമൂഹങ്ങളിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഡയസ്പോറകൾ കുടിയേറി പാർക്കാൻ കാരണമാവുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ഓരോ കാരണങ്ങളാൽ കൊണ്ട് ചില കാലഘട്ടങ്ങളിലൊക്കെ പ്രവർത്തനം കുറഞ്ഞിരുന്നുവെങ്കിലും കൂടിയും പിന്നീട് അവരെന്താണ് ഓരോ രീതിയിൽ താമസമാണെങ്കിൽ ആ രാജ്യത്തിൽ വീണ്ടും സജീവമായിട്ട് അതായത് കുറവുകൾ ഉണ്ടെങ്കിൽ കൂടി അതിനെ നികത്തിക്കൊണ്ട് പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. പുതിയ തലമുറകൾ അവരുടെ ഐഡന്റിറ്റി വീണ്ടും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ മുന്നോട്ട് വരികയും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു എന്ന് പറയുന്നു. എമർജിംഗ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ പുതിയ സംഘടനകളാണെങ്കിൽ അവരുടെ അസോസിയേഷൻ ഒക്കെ രൂപപ്പെടുത്തിയെടുക്കുകയും അതുപോലെ കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് എല്ലാം ശക്തമാക്കുകയും സംസ്കാരപരമായിട്ടുള്ള പരിപാടികൾ സംഘടനകളൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അവിടെ എവിടെയാണോ താമസിക്കുന്നത് അവിടെ എന്താണ് നല്ല രീതിയിൽ വികസനം കൊണ്ടുവരിക, അവരുടെ നല്ല രീതിയിലുള്ള ജീവിത രീതി അല്ലെങ്കിൽ ജീവിത ശൈലി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ ഐഡന്റിറ്റി എപ്പോഴും എന്താണ് വികസന ഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ വികസനാത്മകമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് സാധ്യമാക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ്
ഇന്ന് നമ്മൾ നോക്കുന്നത് ദ ജൂയിഷ് ഡയസ്പോറയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ എന്താ പറയുന്നത് പറഞ്ഞാൽ അൾജീരിയൻ രീതിയിലുള്ള, അതായത് BC 720 ഇവിടെ എന്താണ് യഹൂദരുടെ രാജ്യം കീഴടക്കാൻ വേണ്ടി യഹൂദർ ശ്രമിക്കുകയും ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളിലെ യഹൂദർ കടന്നു ചെന്ന് രാജ്യം കീഴടക്കാൻ ശ്രമിക്കുകയും നിരവധി ആളുകൾ അതിൽ നിന്ന് അല്ലെങ്കിൽ ആ രാജ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇത് ഡയസ്പോറയുടെ ആദ്യ ഘട്ടങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ബാബിലോണിയൻ എക്സൽ പോലുള്ള 1806 BC ഇവിടെ കൂടുതലായിട്ട്, അതായത് അവർക്ക് കൂടുതലായിട്ട് ഓരോ രീതിയിലുള്ള അതായത് രാജ്യങ്ങളിൽ കൂടുതൽ വെല്ലുവിളികൾ അവർ നേരിടുകയും യഹൂദർ സാമ്പത്തികമായി പുരോഗതി നേടിയ ശേഷം വ്യാപാര ബന്ധങ്ങളിലാണെങ്കിലും വികസിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുകയും പുതിയ സ്ഥലങ്ങളിലേക്ക് സ്ഥിരമായ സമൂഹങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അവിടുത്തെ രാജാക്കന്മാരും അവരുടെ പോരാട്ടങ്ങളിലൂടെ അത് പുതിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. റോമൻസ് ഭരണഘടന, അതായത് റോമൻസ് റൂൾസ് പ്രകാരം അവര് കൂടുതലായിട്ട് അവരുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയും പിന്നീട് യഹൂദർ എന്താണ് ഗ്രീക്ക് ആണെങ്കിൽ റോമനൊക്കെ ഭരണം എന്താണ് കീഴടക്കുകയും ചെയ്തു എന്നും അവിടെ നിന്ന് നിരവധി കലാപങ്ങളും യുദ്ധങ്ങളും നടന്നുവെങ്കിലും അതിന്റെ ഫലമായിട്ട് എന്താണ് ഇവിടെ ജൂത അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും യഹൂദർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുകയും ചെയ്തു എന്ന് പറയുന്നു. ജൂയിഷ് ഡയസ്പോറ പോലുള്ള രീതിയിൽ ബലമായ കുടിയേറ്റത്തിന്റെ ഫലമായിട്ട് നിരവധി മാറ്റങ്ങൾ സംഭവിക്കും. പിന്നീട് ലോകവ്യാപകമായ ഒരു ശക്തമായ ഡയസ്പോറ സമൂഹമായി വികസിപ്പിക്കാനായിട്ട് ജൂയിഷ് ഡയസ്പോറയിലൂടെ സാധിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഇനി ജൂയിഷ് ഡയസ്പോറ മീഡിയവിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതലായിട്ടും റോമൻ കാലഘട്ടങ്ങളിൽ യഹൂദർ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വ്യാപിപ്പിക്കുകയും അവർ വ്യാപാര നഗര ജീവിതം എന്നിവയിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. ക്രിസ്ത്യൻ ഭരണകാലത്തെ പീഡനമാണെങ്കിലും അതിലൂടെ യഹൂദർ പലപ്പോഴും പീഡനത്തിന് വിധേയമാവുകയും അതിൽ ഇരയായിപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നു. അവർ സമൂഹവും സാമ്പത്തികമായ നിയന്ത്രണങ്ങൾ നേരിടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ആ കാലഘട്ടങ്ങളിലൊക്കെ കൂടുതലായിട്ടും അവർക്ക് യഹൂദരിൽ വലിയ ആക്രമണങ്ങൾ നടന്നെങ്കിൽ അവരുടെ സമൂഹവും നശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നു. ഇതിന്റെ ഫലമായിട്ട് യഹൂദരെ പുറത്താക്കുകയും യഹൂദർ നാടുകടത്തപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ യഹൂദർ നാടുകടത്തപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് ഇവിടെ പറയുന്നു. ജൂയിഷ് ഡയസ്പോറ മോഡേൺ രീതിയിൽ പറയുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും പറയുക, യൂറോപ്യൻ രീതിയിൽ യഹൂദരുടെ ജീവിത രീതി വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഇതിലൂടെ വിദ്യാഭ്യാസമാണെങ്കിലും അവരുടെ ചിന്താഗതിയും പുരോഗതിയിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. സമൂഹത്തിൽ കൂടുതൽ തുറന്ന സമീപനം ഉണ്ടായെങ്കിൽ കൂടിയും അവരുടേതായ രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ള രീതിയിലുള്ള ഒരു അവസരങ്ങൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുകയും എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ യഹൂദരെ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ സെക്യുലർ ജീവിത ശൈലി അല്ലെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സാമൂഹികമായി കൂടുതൽ ഇണങ്ങി അല്ലെങ്കിൽ സമൂഹവുമായിട്ട് കൂടുതൽ പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുകയാണ് ചെയ്യുന്നത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ സെക്യുലർ ജീവിതത്തിലേക്ക് കൂടുതലായിട്ടും എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം അല്ലെങ്കിൽ യൂറോപ്യൻ സമൂഹങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസമാണ് തൊഴിൽ രാഷ്ട്രീയ മേഖലകളിലൊക്കെ മുന്നേറാൻ വേണ്ടി അവസരങ്ങൾ ഒരുക്കുകയും പുതിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി സാമൂഹികമായി ഉയർന്ന സ്ഥാനം നേടാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. സ്വദേശ ബന്ധവും ഐഡന്റിറ്റിയെ കുറിച്ചും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതിലൂടെ യഹൂദർ അവരുടെ മതപരമായിട്ടും സംസ്കാരമായിട്ടും നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുടെ ബന്ധം തുടരുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഐഡന്റിറ്റി ശക്തമായി നിലനിൽക്കുകയും ചെയ്തു. അതുപോലെ
ജൂയിഷ് ഡയസ്പോറകളെ ആധുനിക ചിന്താഗതിയിലും പരമ്പരാഗത ഐഡന്റിറ്റിയിലും തമ്മിലുള്ള രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ നിലനിർത്തി കൊണ്ടുപോവുകയും സ്വദേശ ബന്ധവും സംസ്കാരവും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഓരോ രീതിയിൽ ജൂയിഷ് രീതിയിൽ, മോഡേൺ രീതിയാണെങ്കിലും അതുപോലെ എന്താണ് മിഡീവൽ കാലഘട്ടങ്ങളിലാണെങ്കിലും ആദ്യ കാലഘട്ടങ്ങളിലാണെങ്കിലും പല 3 ഘട്ടങ്ങളിലായിട്ട് അപ്പോൾ ഓരോ രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യകാലഘട്ടങ്ങളിൽ നിന്ന് ഇന്നത്തെ സമൂഹവുമായിട്ട് ഇന്നത്തെ കാലഘട്ടം എത്തുമ്പോഴേക്കും പല മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് ചെയ്യുന്നത്. അത് രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും മറ്റ് എല്ലാ മേഖലകളിലും വികസനം കൊണ്ടുവരികയും അപ്പോൾ ഡയസ്പോറകൾ കൂടുതലായിട്ട് എവിടെയാണെങ്കിലും അവർ ജീവിക്കുന്ന സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയും അത് സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് പല സാഹചര്യങ്ങൾ കൊണ്ടാവാം മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കാനുള്ള സാഹചര്യം. എന്നാൽ കൂടി അവരുടേതായ രീതിയിൽ അവരുടെ ലെവലിൽ അല്ലെങ്കിൽ അവരെവിടെയാണോ താമസിക്കുന്നത് അവരുടെ സംസ്കാരവുമായി ഒത്തുചേർന്ന് പോകാൻ അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ യൂണിറ്റ് 3 എന്ന യൂണിറ്റിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡയസ്പോറ ചരിത്രപരമായിട്ടും സംസ്കാരപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എന്നിവിടങ്ങളിലൊക്കെ സ്വാധീനവുമായിട്ട് കൊണ്ടുവരികയാണ് ഉണ്ടായത് എന്ന് നമ്മൾ നോക്കി. അത് പല മേഖലകളിലും പല രാജ്യങ്ങളിലും അത് കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമായി എന്ന് പറയുന്നു. അതുപോലെ പല രാജ്യങ്ങളിൽ അല്ലെങ്കിൽ താമസിക്കുന്ന രാജ്യങ്ങളിൽ രാഷ്ട്രീയ തലത്തിലാണെങ്കിലും അതുപോലെ സ്വദേശീയ രാജ്യങ്ങളിൽ നിരവധി കാര്യങ്ങളെക്കുറിച്ച് ശക്തമായ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അതുപോലെ ചൈന, ആഫ്രിക്കൻ ഡയസ്പോറകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നോക്കുകയും ചെയ്തു. ഡയസ്പോറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മാതൃകയായി പറയുകയും അതിൻ്റെ ഡയസ്പോറകൾ സ്റ്റഡീസിനെ കുറിച്ച് നമ്മൾ നോക്കുകയും ചെയ്തു. ലോകവ്യാപകമായിട്ട് മൈഗ്രേഷൻ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുകയും അതുപോലെ ഐഡന്റിറ്റി, സംസ്കാരം, ബന്ധങ്ങൾ എന്നിവ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന വിശകലനം ചെയ്യുകയാണ് ഈ യൂണിറ്റിലൂടെ ചെയ്തത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിദേശത്ത് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറാനുള്ള അല്ലെങ്കിൽ ഡയസ്പോറ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെതായ നല്ല വശവും അതിൻ്റെതായ അവർക്കും അനുഭവിക്കുന്ന വേദനകളും ഉണ്ടെങ്കിൽ കൂടിയും അതിലേറെ ഏറ്റവും ഫലപ്രദമായിട്ട് ഗുണങ്ങൾ നേടിയെടുക്കുക അല്ലെങ്കിൽ ജീവിത രീതി മുന്നോട്ട് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നതാണ് ഓരോരുത്തരുടെയും അല്ലെങ്കിൽ സമൂഹമായിട്ടും അല്ലെങ്കിൽ എവിടെയാണോ താമസിക്കുന്നത്, ഏത് രാജ്യത്താണോ താമസിക്കുന്നത് അവിടെയുമായിട്ട് കൂടുതൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ നല്ലൊരു ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോകാനാണ് സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത യൂണിറ്റുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ CBS Eminent ലേണിംഗ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ വിശദ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് 7012461727 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണ്. കൂടുതൽ ക്ലാസ്സുകളും കൂടുതൽ വിവരങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്.